ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സാധാരണക്കാരുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഷോളുകൾ ഇങ്ങനെ മടക്കൊന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വള്ളി കയറ്റിയിട്ട് ഇങ്ങനെ ഓരോ ഷോളുകളായിട്ട് ഇങ്ങനെ നമ്മൾ ആ വള്ളിയുടെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ പോണത് ഒരു ഗ്രില്ലിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മൂലയിലായിട്ട് ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടി ഏറ്റവും വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രില്ലിൻ്റെ അവിടെ നമ്മൾ വെള്ള ഒരു മുണ്ട് കെട്ടിയിട്ടുണ്ടായിട്ടാണ്. ഇങ്ങനെ ഓരോ ഷോള് വീതം ഇങ്ങനെ എടുത്ത് ഞെറിയായിട്ട് അപ്പുറത്ത് ഇങ്ങനെ പിന്നു കുത്തിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ ഒരു ഡെക്കറേഷനാണ് കേട്ടോ. നമ്മൾ സാധാരണക്കാർക്കും ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യണ്ടേ. അതിനുശേഷം നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഡെക്കറേഷൻ്റെ ഐറ്റംസൊക്കെ അതിൽ സെറ്റാക്കി. പിന്നെ ഈ ബലൂൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ബർത്ത്ഡേ വരുന്നത് ചേട്ടൻ്റെ മോൻ്റെയാണ് കേട്ടോ. അവന് 9 വയസ്സാവാണ്. അനവ് എന്നാണ് പേര്. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഉള്ളതുകൊണ്ട് വേണം പോലെ പിള്ളേർക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെയാണോ ഡെക്കറേഷൻ എന്ന് വിചാരിക്കും ഉള്ള ആൾക്കാർ. പക്ഷേ സാധാരണക്കാർക്ക് ഇതൊക്കെ ഒരു ഡെക്കറേഷൻ തന്നെയാണ്. പിന്നെ പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ നമ്മളിത് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചേച്ചി ഓരോ ഐഡിയാസ് പറഞ്ഞു തരുമ്പോൾ ഞാനാണ്ട് അത് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറയും. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ചേട്ടൻ്റെ മോൻ അനവ്. അപ്പോൾ അതേ ഡെക്കറേഷൻ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ നമ്മൾ ഒരു 3 മണി നേരത്തേക്ക് ആയപ്പോഴേക്കും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിനുശേഷം എനിക്ക് വയ്യാണ്ടായി ചെയ്തിട്ട്. ഇത് നമ്മുടെ തറവാട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ മാധുവൊക്കെ വരാറായിട്ടുണ്ടായിരുന്നു. നമ്മളെ ഉച്ചക്ക് പോയിട്ട് തറവാട്ടില് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോന്നു. അപ്പൊ നമ്മളിനി ബർത്ത്ഡേക്ക് പോവാണ്. അല്ലെ? അപ്പൊ കൈ വീശിയാണോ പോണോ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യില് പവർ ബാങ്കാ. ഗിഫ്റ്റ് ഞാൻ മുന്നേ കൊടുത്തോട്ട് ഒരു ബനിയൻ മേടിച്ച് ഞാൻ കൊടുത്തു. കാത്തു പോലെ ഇപ്പൊ നമുക്കപ്പോ ബർത്ത്ഡേക്ക് പോലെ നമുക്ക് പോവാം. ഒരു വീട് അപ്പുറാണ് കേട്ടോ തറവാട് വരുന്നത്. അത് നമുക്ക് തറവാട്ടിൽ പോവാം. ഒരു വീട് അപ്പുറം എന്ന് പറയുമ്പോ പിന്നെ എന്തിനാ വണ്ടിയിൽ പോണം മാത്രം. ശരി കേട്ടോ, അപ്പൊ അവിടെ പറ്റിട്ട് കാണാം. തറവാട്ടിൽ ഞാനൊരു 7 മണി നേരത്തേക്കാണ് കേട്ടോ പോണത്. അപ്പൊ അവിടെ കഷ്ണങ്ങൾ കരിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് കച്ചമ്പറ് ഉണ്ടാകാനാട്ടോ ഡ്യൂട്ടി തന്നത്. അതുകൊണ്ട് ഞാൻ സവാള ഗിരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മാതനോടൊത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. അപ്പൊ അതേ പായസം അവിടെ റെഡി ആവുന്നുണ്ട്. ബിരിയാണിക്കുള്ള സവാള അവിടെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിഷു പറഞ്ഞ മാധ കൈ പിടിച്ചിട്ട് ബനിയൻ കേക്ക് മുറിക്കാട്ടാ. ഇഷ്ടായ കുടുവിന്റെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടാ. അവിടെ നറുക്കെടുപ്പുണ്ട്. അവൻ തന്നെ ഇങ്ങനെ പൈസകളൊക്കെ സ്വരൂപിച്ച് വയ്ക്കും. അങ്ങനെ സേവിങ്സ് ഉള്ള ചെക്കനാണ് കേട്ടാ. അപ്പോ ഫസ്റ്റ് പ്രൈസ് 250, സെക്കൻഡ് പ്രൈസ് 200, തേർഡ് പ്രൈസ് 150, ഫോർത്ത് പ്രൈസ് 100, ഫിഫ്ത്ത് പ്രൈസ് 50. അങ്ങനെ തെരഞ്ഞെടുത്ത് നമ്മുടെ വിരുന്നുകാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിരുന്നുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ, തറവാട്ടുള്ള ഫാമിലി, ചേട്ടൻ, ചേച്ചി, അച്ഛനമ്മ, പിന്നെ ഞാൻ, എൻ്റെ പിള്ളേരുണ്ട്, പിന്നെ 2 നാത്തൂമാര്, അവരെ ഹസ്ബൻഡ്, പിന്നെ പിള്ളേര്, പിന്നെ ചേച്ചിയുടെ അമ്മ, ചേച്ചിയുടെ ആങ്ങള, വൈഫ്. ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ മേമയുടെ മോള് തന്നെയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളെ തന്നെയാണ് കേട്ടോ. ഇവിടെ അപ്പുചേട്ടൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മേമയും എൻ്റെ കസിനും അവരൊക്കെയാണ് കേട്ടോ വരിക. അത്രയും പേരാണുള്ളത്. നമ്മൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടാവും എല്ലാവരും കൂടും കേട്ടോ. ഇതെന്റെ ഫസ്റ്റത്തെ നാത്തൂനാണ് കേട്ടോ. ആളെ മോനാണത്. നാത്തൂന്റെ പേര് പ്രീത. ചേച്ചിയുടെ താഴെ മോനാണ് കേട്ടോ. ബാക്കിൽ നിന്ന് ബർത്ത്ഡേ ബോയിനെ പൊന്തിക്കുന്നത് ആഷിക്ക്. മൂത്ത മോള് വന്നിട്ടില്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ് കൊടുത്തതാണ്. ഇതാണ് അളിയൻ, ഇതാണ് എൻ്റെ മേമയുടെ മോള്. അപ്പൊ എന്റെ ഫാമിലിനെ കാണിക്കുന്നില്ല എന്ന് പറയണ്ടായില്ലേ. ഇത് മേമയുടെ, ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയുടെ അനിയന്റെ കുട്ടിയാണ് കേട്ടാ. കുഞ്ഞപ്പെന്ന് പറയും. എൻ്റെ മേമയുടെ മോന്റെ കുട്ടി, അതായത് എൻ്റെ കസിന്റെ കൊച്ച്. അപ്പൊ അവൻ ഏത് നേരം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ചിരി കുടിക്കാണ് കേട്ടോ. ഒരു കുറുമ്പനാണ് അവൻ. അപ്പൊ അവൻ വന്നപ്പോ അവനെടുത്ത് വീഡിയോ എടുക്കണതാണ് കേട്ടോ അച്ഛൻ. അപ്പൊ അവൻ എല്ലാവരുടെ അടുത്തേക്കും പോകും കേട്ടോ. ആ ബാക്കിൽ നിൽക്കുന്നതാണ് എൻ്റെ കസിൻ എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുന്നതാണ് എൻ്റെ മേമ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫാമിലി. നമ്മൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ. അപ്പൊ അതേ കുടൂന്ന് എഴുതിയിട്ടുള്ള കേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേക്ക് മുറിയിലേക്ക് കിടക്കാം. Happy birthday to you.
ഹാപ്പി ബർത്ത്ഡേ കുടു സന്തോഷ ജന്മദിനം കുട്ടിക്ക് സന്തോഷ ജന്മദിനം കുട്ടിക്ക് കൊച്ചിന്റെ പറഞ്ഞാട്ടാ അതെ കണ്ണു നോക്കണം കുടു അതിന് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് കേക്ക് മേടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ ഫാമിലിയിലത്തെ ആൾക്കാരും പോയി ഇത് വെല്ലുവിളിയൻ കേക്ക് മേടിക്കുന്നു, ഇത് പിന്നാലെ ചേച്ചിയുണ്ട്, അങ്ങനെ ഓരോരുത്തരായിട്ട് കേക്ക് മേടിക്കാനായിട്ടാ കഴിക്കാനായിട്ട്. എല്ലാരും കേക്ക് കഴിച്ചു. നമ്മുടെ കാത്തൂന് മാത്രം കേക്ക് കിട്ടിയിരുന്നല്ലോ. അപ്പൊ കാത്തൂനെ കൊണ്ട് നിർത്തി. കാത്തൂനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ കാത്തു കേക്ക് കഴിച്ചു. ഇത് രണ്ടാമത്തെ ചേച്ചിയാണ് കേട്ടോ, പ്രിയ എന്നാണ് പേര്. ചേച്ചിക്ക് കേക്ക് കൊടുക്കുന്നുണ്ട്. അതേ നമ്മുടെ കുഞ്ഞളിയനാണ്, ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അവർക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. അവർക്ക് വീഡിയോയ്ക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മടി. ദേ മേമ വന്ന് കേക്ക് കഴിക്കുന്നുണ്ട്. അടുത്തത് എന്റെ ഊഴമാണ്. അടുത്ത പരിപാടി നറുക്കെടുപ്പാണ് കേട്ടോ. മോനടി ഞാന് നമ്മള് പിന്നെ കൊണ്ടുപോയിപ്പടം മോനടി ഇടോ കുണ്ടുകുഴി ഓക്കെ നോട്ടെ. സൈലൻസ്. എടുത്തോളൂ. ഫസ്റ്റ് പ്രൈസ് എടുത്തോടുത്താ ആന്റോട്ടാ. നാളെ യൂട്യൂബില് ഒരു മതപ്പെട്ട കാലൊരു കുണ്ടി മമ്മിക്ക് അടിച്ചു തോന്നട്ടാ. മമ്മിക്ക് അടിച്ചുടാ. അങ്ങനെ ചെകുത്താനും പല പോലെ വളർത്തും. വിഷാട്ടാ ഒന്നിനെ എനിക്ക് അനീഷാണ്ട് 50 അല്ലേ? നിങ്ങൾക്ക് 500 50 എലിമിനേഷൻ റൗണ്ട്. അത് ചേട്ടൻ്റെ കൊടുക്ക, ചേട്ടൻ്റെ കൊടുക്ക്, ചേട്ടൻ്റെ രണ്ടും ഒരുമിച്ച് തന്നോളൂ. കൊണ്ടുപോകണം ഫസ്റ്റ് പോട്ടെ. देखो देखो
അതിനെന്തോ കിട്ടിയ പോലെയാ. ഫോർത്ത് പ്രൈസ്, സൈക്കിളൊന്നും മേടിക്കാൻ പൈസ ഇത് ബാക്കി പൈസ സെക്കൻഡ് പ്രൈസ്, ബെസ്റ്റ് പ്രൈസ്. എല്ലാവരും കൊടുക്കും. എല്ലാവരും ഒന്ന് വാങ്ങാൻ പറയും. എല്ലാവരും വാങ്ങാൻ പറയും. കേക്ക് മുറിക്കലും അതുപോലെ തന്നെ നറുക്കെടുപ്പും കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഐസ്ക്രീമും കഴിച്ച് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും കഴിച്ച് നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷമാക്കിയിട്ടാ. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യണം. ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ.